അരിയിലെ മോഹനന്റെ മരണം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന മാനവികതയ്ക്ക് വിരുദ്ധമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. കൊന്നിട്ടും പകതീരാതെ അധിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. തലയോട്ടി തകർന്നത് കടന്നൽ കുത്തിയാണെന്ന് ലീഗ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു. ലീഗിന്റെ അറിവോടെയാണ് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ അക്രമം നടന്നതെന്നും കെ രാഗേഷ് പറഞ്ഞു. മോഹനനെ 13 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ക്രിമിനൽ സംഘം നിഷ്ഠൂരമായി ആക്രമിച്ച് ആ അക്രമത്തിൽ അതിഭീകരമായി പരിക്കേറ്റ് 13 വർഷക്കാലം മരണത്തോട് മല്ലിട്ടതിന് ശേഷം സഖാവ് മോഹനൻ രക്തസാക്ഷിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. സഖാവ് മോഹനൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഇന്നലെ ചില കാര്യങ്ങളിവിടെ നിങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ പ്രതികരണം സഖാവ് മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നുവെന്നും അതിൻ്റെ മേലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കൊന്നിട്ടും അധിക്ഷേപിക്കരുത്. മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രയേ പറയുന്നുള്ളൂ. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായിട്ടുള്ളത്. മോഹനൻ മരിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന മാനവികതയ്ക്ക് വിരുദ്ധമാണെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 13 വർഷം മുൻപ് കണ്ണൂർ തളിപ്പറമ്പ് അരിയിൽ വെച്ച് നടന്ന അക്രമത്തിലാണ് മോഹനന് പരിക്കേറ്റത്. തുടർന്ന് തലയോട്ടി തകർന്ന് ചികിത്സയിലായിരുന്ന മോഹനൻ മരിച്ച സംഭവത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മോഹനൻ മരിച്ചത് കടന്നൽ കുത്തേറ്റാണ് എന്ന ലീഗ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണ്. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ അക്രമം നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയിൽ പല ഭാഗങ്ങളിലും മുസ്ലിം ലീഗ് വ്യാജ വോട്ടുകൾ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ ജില്ലാ തലത്തിൽ വരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും രാഗേഷ് പറഞ്ഞു. ഇതിനെതിരെ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.